ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സുകൾ അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്ന ചെറിയൊരു മോശം പരിപാടി നമ്മളെ ഗൂഗിൾ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പലർക്കും ഇത് അറിയെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാതെ പലർക്കും അറിയില്ല. ഞാൻ ഇവിടെ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഈ 3 ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി നോക്കുക. കാരണം ചിലത് ഓൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്, ചിലത് ഓഫ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട്സ്, നിങ്ങളുടെ ഫോണിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മറ്റുള്ള തേർഡ് പാർട്ടിക്കാർക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിന്റെ ഉള്ളിലുള്ള നമ്മുടെ കോണ്ടാക്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഡിയറസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ കോണ്ടാക്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡാറ്റകൾ കാര്യങ്ങളെല്ലാം മറ്റുള്ള തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുത്ത് അതുവഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ ഫോണിൽ നേരിടാൻ വേണ്ടി 3 സെറ്റിംഗ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സെറ്റിംഗ്സിൽ സെർച്ച് ഓപ്ഷൻ കാണുന്നില്ല, ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ആ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് പെർമിഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പെർമിഷൻ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്, പെർമിഷൻ മാനേജർ. ആ പെർമിഷൻ മാനേജർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എല്ലാം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ആദ്യം നമുക്ക് കോൺടാക്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാം, നമ്മൾ അലൗഡ് കോൺടാക്ട്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അപ്ലിക്കേഷൻസിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സ് കാണാനും അത് ഷെയർ ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് ഡോണ്ട് അലൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഡോണ്ട് അലൗ മാറ്റിയിട്ട് ഡോണ്ട് അലൗ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ലോഗ്സിന്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ അലൗ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോണ്ട് അലൗ കൊടുക്കാം. ഇനി അഥവാ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളോട് പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പെർമിഷൻ കൊടുത്താൽ മതി. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവഴി നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ പോകുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് സെറ്റിംഗ്സിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ നോക്കി നോക്കുക. ആ ഗൂഗിളിന്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഫോൺ നമ്പർ ഷെയറിംഗ്. ആ ഫോൺ നമ്പർ ഷെയറിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ല, ഇവിടെ എനേബിൾ ആയി കിടക്കുകയാണ്. അതായത് ഗൂഗിളിന് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതും ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഓപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോമിൽ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതും ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ ഡിസേബിൾ ചെയ്ത് വെക്കുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും.